കാസർകോട് വിദ്യാനഗർ എസ്ഐക്കെതിരെ പരാതിയുമായി 19-കാരി കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തെന്നാരോപിച്ച് മേനങ്കോട് സ്വദേശിയായ മാജിദ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത സഹോദരൻ സ്കൂട്ടർ ഓടിച്ചെന്ന് ആരോപിച്ചാണ് RC ഓണർ മാജിദക്കെതിരെ കേസെടുത്തത്. എന്നാൽ അന്നേ ദിവസം സഹോദരനൊപ്പം മാജിദ് തന്നെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് വൈകുന്നേരം ഞാൻ ഫാർമസിയിലോട്ട് പോയതാ. അവിടെ അവർ അരമണിക്കൂറിലേക്ക് വിളിച്ചോണ്ട് ഞാൻ വൈകുന്നേരം പോകാറ്, അങ്ങനെ പോകാറില്ല. അപ്പം വൈകുന്നേരം ആയതുകൊണ്ട് എൻ്റെ അനിയനെ വിട്ടൊക്കെ എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ അനിയനെ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, വേഗം വരണം എന്ന് പറഞ്ഞു. നീയല്ലേ വണ്ടി കൊടുത്തത്? ഞാൻ പറഞ്ഞു വണ്ടി കൊടുത്തിട്ടില്ല, അവരവിടെ നിൽക്കാനാ പറഞ്ഞിട്ടുണ്ടെന്ന്. അവിടെ ചോദിച്ചു, നീ ആ ഓട്ടിനോ അവനോ ഓട്ടിനോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ ഓട്ടിട്ട് വന്നിനി, അവനോട് ഇവിടെ നിൽക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിച്ചിനെന്ന്. അന്നേരം പറഞ്ഞു ഇല്ല, അവനെ ഓട്ടിട്ട് വന്ന് അവൻ എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്നെല്ലാം പറഞ്ഞു. പോലീസുകാർ കുറേ നാലാൾ ഓടിച്ച് കുറേ ചോദ്യം ചെയ്ത് എന്നോട് ഞാൻ ഓട്ടീനെ പറിക്കാൻ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു ഇത്തന്നെ ഓട്ടെ, CCTV കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ഇത്തന്നെ ഓട്ടെ ഞാൻ വീണ്ടും പറഞ്ഞോടുന്നു. എന്നിട്ട് ഇത്തന്നെ വിളിക്കാറിട്ടാകുമ്പോൾ ഫോൺ വന്നു. അരുൺ പാറക്കൽ കാസർകോട് ചേർന്നു. അരുൺ, എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹൈലെ, മേനങ്കോട് സ്വദേശിയായ മാജിദയാണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ആ പരാതിയിൽ പറയുന്നത് അന്യായമായി പോലീസ് കേസെടുത്തു എന്നുള്ളതാണ്. വിദ്യാനഗർ SIക്കെതിരെയാണ് ഈ പരാതി പെൺകുട്ടി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ CCTV ദൃശ്യങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും പോലീസിനെ വീഴ്ച സംഭവിച്ചു എന്നുള്ളത്. കാസർഗോഡ് ചെർക്കളയിൽ വെച്ച് ഞായറാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. സഹോദരനൊപ്പം ഈ പെൺകുട്ടി സ്കൂട്ടർ ഓടിച്ച് ചെർക്കള ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. കുട്ടി അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്യുന്നുണ്ട്, ട്രെയിനിയായി ജോലി ചെയ്യുന്നുണ്ട്. അവിടേക്ക് വന്നതായിരുന്നു. അതിനുശേഷം സഹോദരന്റെ കൈവശം വാഹനം കൊടുത്ത് പെൺകുട്ടി ഈ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയി. സഹോദരൻ സൂപ്പർ മാർക്കറ്റിലേക്കും പോയി. പിന്നീട് സഹോദരനെത്തി ഈ സ്കൂട്ടറിനടുത്ത് നിൽക്കുമ്പോഴാണ് പോലീസ് വാഹനം അവിടേക്ക് എത്തുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ ഈ സഹോദരൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയതാണെന്നൊരു ധാരണയിലേക്ക് പോലീസ് എത്തി. അങ്ങനെയാണ് ഈ കുട്ടിയെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. പിന്നീട് ഈ പെൺകുട്ടിക്ക് എതിരെ കേസെടുക്കുകയുമായിരുന്നു. എന്തായാലും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ FIR ഇട്ടിട്ടുണ്ട്. പോലീസ് ഈ പെൺകുട്ടിക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. FIR പിൻവലിക്കണമെന്നാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും മാജിദക്ക് നീതി കിട്ടട്ടെ. ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മാജിദയാണ് വാഹനം ഓടിച്ചതെന്ന്. ചുമ്മാതെ സ്കൂട്ടറിന്റെ അടുത്തുന്നതിന്റെ പേരിൽ അനിയനെ ഓടിച്ചെന്ന് കാണിച്ചാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.